മത്സരത്തിൽ തോൽപ്പിച്ചതിന് ശേഷം ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ. അതിനെക്കുറിച്ചാവും. എന്ത് മത്സരത്തെക്കുറിച്ചാ വീണ പറയുന്നേ? അത് നമ്മുടെ വീടിനകത്ത് നടന്ന ചെറിയൊരു കാര്യമല്ലേ? അതിന്റെ ഉത്തരം അമ്മ പറഞ്ഞില്ലേ? ആ പണം എല്ലാവർക്കും വേണ്ടി വീതിക്കാ ചെയ്യണമെന്ന്. നിന്റെ അമ്മയുടെ ദാനത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യമാണ്. ആ, എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ. വീണ കല്യാണി ശ്രദ്ധിച്ചിരുന്നോ? അവളെ ശ്രദ്ധിക്കാനേ ഇവിടെ ആവശ്യത്തിന് ആളുകളുണ്ടല്ലോ. പിന്നെ ഞാനിതിനെ ശ്രദ്ധിക്കുന്നേ. കല്യാണി ശ്രദ്ധിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷെ അവളുടെ അമ്മ ഒന്നേ ഉള്ളൂ. അവള് ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടൊരു വിഷുവിന് വീണ അവളുടെ അടുത്ത് ഉണ്ടായതല്ലേ. അവളൊരു കൈനീട്ട് ആഗ്രഹിക്കില്ലേ? വീണയിൽ നിന്നൊരു ചേർത്ത് പിടിക്കൽ, ഒരു അനുഗ്രഹം, അതവൾ ആഗ്രഹിക്കില്ലേ? ആ കുഞ്ഞു മനസ്സിലതുണ്ട്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാ ഞാനീ പറയുന്ന. കല്യാണി മോൾക്ക് നോക്ക്, ഇവിടെ മറ്റുള്ളവരൊക്കെ ജീവിതത്തില് നിന്റെ ഉപദേശത്തിന് വേണ്ടി കാത്തിരിക്കാന്നൊക്കെ എനിക്കറിയാം. ആ പവർ വെച്ച് വീണെ ഉപദേശിക്കാൻ വരണ്ട. നിന്നെപ്പോലെ അടുക്കളയിൽ കിടക്കുന്നവളല്ല ഞാൻ. എന്റെ ഒരു വിശ്വാസംസയ്ക്ക് പോലും വിലയുള്ള വലിയൊരു ലോകമുണ്ട്. എന്റെ താല്പര്യം അതാ. അതിനിടയിൽ ആരുടെയും കണ്ണീരൊപ്പാനും കൈനീട്ടം കൊടുക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. നമുക്കൊരു ചെറിയ നേട്ടം ഉണ്ടാവുമ്പോ വാഴ്ത്താൻ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ അതെല്ലാം കഴിഞ്ഞാലും നമ്മൾ മടങ്ങുന്നത് നമ്മുടെ കുടുംബത്തിലേക്കല്ലേ, നമ്മുടെ രക്തബന്ധത്തിലേക്ക്. എന്നാൽ നിഷ്കളങ്കയാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന രീതി, അത് എന്റെ അടുത്ത് ചെലവാവില്ല. വീണയെ പെരുമാറ്റം പഠിപ്പിക്കാൻ നീ ആയിട്ടില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്. പക്ഷെ ഇനി ഇത്തരം കാര്യവും പറഞ്ഞ് എന്റെ കൺമുമ്പിൽ വന്നു പോവരുത്. ഇറങ്ങിപ്പോടി. ശരി, ഇന്നൊരു നല്ല ദിവസം. ഇന്നെങ്കിലും നിനക്ക് അല്പം തെളിഞ്ഞ ബുദ്ധി ഉണ്ടാവുമെന്ന് ചിന്തിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. ആയിക്കോട്ടെ വീണ. എന്നെ കൊണ്ട് ആർക്കെങ്കിലും കൈനീട്ടം കൊടുപ്പിക്കാനാണെങ്കിലേ അതിനു വേണ്ടി ആരും മെനക്കെടണ്ട. ഞാനെന്തിനു മെനക്കെടണം? പക്ഷേ ഒരു കാര്യം നീ മനസ്സിൽ വെച്ചോ, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനേ നീ മെനക്കെടണ്ട. എടി പെണ്ണെ, നിനക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ചാ ഞാൻ പറഞ്ഞത്. എന്തുവാ? എന്റെ സ്വത്തിനെ കുറിച്ച്. മനസ്സിലൊരു കാരുണ്യം തോന്നി സ്വത്തിന്റെ ഒരു ഭാഗം നിനക്ക് ഞാൻ നീക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങള് മര്യാദയോടെ നീ ചെയ്തില്ലെങ്കിലേ അത് വേണ്ടെന്ന് വെക്കാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ന് പറഞ്ഞാ എന്റെ കുടുംബമാവരുത്, എന്റെ കുടുംബത്തിലെ സന്തോഷമാവരുത്. കല്യാണി മോള് നിന്റെ കയ്യിൽ നിന്ന് കൈനീട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് അത് കിട്ടിയിരിക്കണം. ഇന്നത്തെ വിഷു സങ്കടത്തോടാണ് അവൾ ആസ്വദിക്കണമെങ്കിൽ എന്റെ മോളെ നീ കരയും. നിന്നെ ഞാൻ കരയിക്കും എന്നേക്കുമായിട്ട്. കേട്ടോടി? ചെറിയ മുറിവാ,
വേദന ഉണ്ടോ ഹരി? ആ കുറച്ച്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എവിടെ? അവിടെ. ഏയ് വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം.